നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കേരളം കടുത്ത വരൾച്ചയിലേക്കാണ് പോകുന്നതെന്ന് നമ്മൾ ദിവസേന മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നുണ്ട്. വിദഗ്ധർ പറയുന്നത് പലതരത്തിലുള്ള അസുഖങ്ങൾ വേനൽക്കാലവുമായി ബന്ധപ്പെട്ട് കണ്ടുവരാൻ സാധ്യതയുണ്ട് എന്നാണ്. വേനൽക്കാല രോഗങ്ങളിൽ പ്രധാനമാണ് മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ. എന്തുകൊണ്ട് ഇവയുണ്ടാകുന്നു? ഇത് വരാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം? ഇനി വന്നുപോയാൽ എന്തെല്ലാം ചികിത്സകൾ? ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ചീഫ് യൂറോളജിസ്റ്റും ട്രാൻസ്പ്ലാന്റ് സർജനുമായ ഡോക്ടർ ജോർജ് പി എബ്രഹാം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, നമ്മളിപ്പോൾ ജലക്ഷാമം രൂക്ഷമാകുന്നു എന്ന് പറയുന്നു, ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്ത് ചെയ്യാമെന്നുള്ളത്. ഇതിൻ്റെ മറുവശം എന്ന് പറഞ്ഞാൽ അതല്ലാതെ വരുന്ന അനുബന്ധമായി വരുന്ന ഒരുപാട് അസുഖങ്ങൾ, ഇപ്പം മൂത്രാശയ സംബന്ധമായ രോഗങ്ങളും അതിലൊന്ന് തന്നെയാണ്. അപ്പോൾ എന്തെല്ലാം അസുഖങ്ങളാണ് വേനൽക്കാലത്ത് മൂത്രാശയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നത്? നമുക്കറിയാം, നമ്മുടെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസം ചെല്ലുന്തോറും ചൂട് കൂടിക്കൊണ്ടിരിക്കുക. ഈ ചൂട് കൂടുന്ന അവസ്ഥയിൽ നമ്മളൊന്ന് വെളിയിലേക്ക് ഇറങ്ങി അല്പം നടന്നാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഹ്യൂമിഡിറ്റിയും കൂടുതലാണ്, നമ്മൾ വേർത്ത് തുടങ്ങും, ശരീരത്തിൽ നിന്ന് ഫ്ലൂയിഡ് പോകും. ശ്വാസത്തേക്കിടെ ചൂട് കൂടുതലായതിന് ശ്വാസോച്ഛ്വാസം കഴിയുമ്പോൾ അവിടെ നിന്ന് ഫ്ലൂയിഡ് പോകും, ശരീരത്തിൻ്റെ സർഫസിൽ നിന്ന് ഫ്ലൂയിഡ് പോകും. ഇങ്ങനെയെല്ലാം ഫ്ലൂയിഡ് അതായത് ജലാംശം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടും. അത് ജലാംശം പോയി കഴിഞ്ഞാൽ നാച്ചുറലി നമ്മുടെ യൂറിൻ ഔട്ട്പുട്ട് അങ്ങ് കുറയും. മൂത്രം ഒഴിച്ചാൽ ചിലപ്പോൾ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ഒരു ദിവസം മൂത്രം ഒഴിക്കാൻ പറ്റുള്ളൂ. അന്നേരം സംഭവിക്കുമ്പോൾ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അത് ഈ കോൺസെൻട്രേറ്റഡ് യൂറിനും ക്വാണ്ടിറ്റി കുറയുമ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചില അസുഖങ്ങൾ വരും. സാധാരണയായി നമുക്ക് കണ്ടുവരുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രാശയത്തിലെ അണുബാധ വളരെ കോമൺ ആയിട്ട് വരും. ഒരു പ്രധാന കാരണം യൂറിൻ ക്വാണ്ടിറ്റി കുറയുന്നതുകൊണ്ട്. രണ്ടാമത്തെ പ്രധാന കാരണം മൂത്രാശയത്തിലെ കല്ലിൻ്റെ അസുഖം, അതും മൂത്രം ക്വാണ്ടിറ്റി കുറഞ്ഞാൽ കല്ലിൻ്റെ അസുഖം. ഇനി ഒരു 3-4 മാസമുണ്ട്. ഇതെല്ലാം ഈ 2 രോഗങ്ങളുടെയും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ്. ഡോക്ടർ, സാധാരണ ഇത്തരം അസുഖങ്ങൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ആണെങ്കിൽ പോലും ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സ്ഥിരമായിട്ട് കേൾക്കുന്നത് സ്ത്രീകൾക്കാണ്. എന്തുകൊണ്ടാണ് അതിങ്ങനെ സംഭവിക്കുന്നത്? സാധാരണഗതിയിൽ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു 50% ഈ സ്ത്രീകൾക്ക് ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകും. സാധാരണ ഒരു 20-30% സ്ത്രീകൾക്ക് പല പ്രാവശ്യം ഇൻഫെക്ഷൻ ഉണ്ടാകും, റിക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകും. സാധാരണ സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് ഇച്ചിരി ഇൻഫെക്ഷൻ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. കാരണം അനട്ടമിക്കലി നമ്മുടെ സ്ട്രക്ചർ നമ്മൾ പരിശോധിച്ചാൽ പുരുഷന്മാരെ സംബന്ധിച്ച് ഈ ഓർഗനിസം ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് ഒരു അണുബാധയാണ്. അണുബാധ എവിടെ നിന്നെങ്കിലും വരണം. സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെയാണ് ഈ അണുക്കളുള്ളത്. വെളിയിൽ നിന്ന് വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമേ അത് വന്ന് കയറത്തുള്ളൂ. അപ്പോൾ ഈ വെളിയിൽ നിന്ന് വരുന്നത് യൂറിനറി ഇൻഫെക്ഷൻ മൂത്രക്കുഴലോടെ വേണം അകത്ത് കയറാൻ. പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ വ്യത്യാസമുണ്ട്. പുരുഷന്മാരുടെ മൂത്രക്കുഴൽ അത് ഏകദേശം 15-16 സെൻറ്റിമീറ്ററോളം ലെങ്ത് ഉണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് ഏകദേശം 2 ഇഞ്ചോളം മാത്രമേ ലെങ്ത് ഉള്ളൂ. അപ്പോൾ സ്ത്രീകളുടെ ഒരു ഷോർട്ട് യൂറിത്ര ആയതുകൊണ്ട് ഇൻഫെക്ഷൻ അകത്ത് ബ്ലാഡറിനകത്ത് കയറിപ്പറ്റാൻ സാധ്യതയുണ്ട്. പിന്നെ ഘടനാപരമായിട്ടും സ്ത്രീകളുടെ മൂത്രക്കുഴൽ വളരെ ചെറുതാണ്. അത് വജൈനോട് ഓപ്പൺ ചെയ്യുന്നത്, ഏനസ് മലദ്വാരത്തിനോട് അടുത്താണ്. ഇതെല്ലാം ഇൻഫെക്ഷൻ അവർക്കുണ്ടാക്കാൻ സാധ്യത കൂട്ടുന്നുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പുറത്തു നിന്നുള്ള അണുക്കൾ ബാധിച്ചിട്ടാണ് അസുഖങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ മാക്സിമം യൂറിൻ പിടിച്ചു വയ്ക്കും, ടോയ്ലറ്റ്സ് പോവില്ല, വെള്ളം കുടിക്കില്ല. അപ്പോൾ വേനൽക്കാലത്ത് ഇത് കൂടുതൽ രൂക്ഷമാകും പ്രശ്നങ്ങൾ, അല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ അതിന് ചെയ്യേണ്ടതെന്നുള്ളത്? ഇത് പ്രധാനമായിട്ടും യങ്സ്റ്റേഴ്സ്, ചെറുപ്പക്കാരിൽ പിള്ളേർക്കുള്ള ഒരു അസുഖമാണ്. എന്താണെന്ന് വെച്ചാൽ അവർ വെള്ളവും കുടിക്കില്ല, മൂത്രം ഒഴിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നല്ല ടോയ്ലറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് മൂത്രം ഒഴിക്കത്തില്ല. ശരിക്ക് അവരുടെയൊക്കെ ധാരണ എന്താണെന്ന് വെച്ചാൽ ചില TV ഈ ആനിമൽ പ്ലാനറ്റ് കാണുമ്പോൾ നല്ല അരുവി കാണും, അരുവിയിലൂടെ മീനുകൾ ഒഴുക്കിന് എഗൻസ്റ്റായിട്ട് ചാടി പോകുന്ന ഇത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കണ്ടിട്ടുണ്ട്. സാധാരണ ഈ സ്ത്രീകളുടെ അല്ലെങ്കിൽ അവരുടെ ആൾക്കാരുടെയും വിചാരം എന്നാ വെച്ചാലും നമ്മൾ മൂത്രം ഒഴിച്ചാൽ അതിൽക്കിടെ അണുക്കൾ തിരിച്ച് ഇങ്ങോട്ട് കയറി വരും എന്നുള്ളതാണ്. അതൊരിക്കലും സംഭവിക്കുന്നില്ല. കാരണം ഈ അണുക്കൾ മുഴുവൻ നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് ഉള്ളത്. അത് വളർന്നു വലുതായി നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അപ്പം നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകും. നോർമലി സാധാരണ നമുക്ക് തന്നെ ഒരു പ്രതിരോധ ടെക്നിക്കുണ്ട് ഈ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ. അതായത് നമ്മുടെ മൂത്രക്കുഴലിൽ, മൂത്രസഞ്ചിയിൽ അവിടെയൊക്കെ അല്പം അണുക്കളുണ്ടാവും. എപ്പോഴും എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും.
അത് പയ്യെ പയ്യെ വലുതായി വളർന്ന് വലുതായി ഒരു പരിധി ആകുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം ധാരാളം കുടിച്ച് ഇതിനെല്ലാം വാഷ് ചെയ്താൽ കളയും. ബാലൻസ് കുറച്ച് അണുക്കൾ അവിടെ ഉണ്ട്. അത് പിന്നെയും വളർന്ന് വലുതായി ആയിക്കഴിഞ്ഞ ഒരു പർട്ടിക്കുലർ നമ്പർ ആയിക്കുമ്പോഴത്തേക്കും പിന്നെയും വെള്ളം കുടിച്ച് വാഷ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ടെക്നിക്ക് ഓഫ് ക്ലീനിങ് അത് സ്ഥിരം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓർഗനിസത്തെ സ്ഥിരം വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഇൻഫെക്ഷൻ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഡോക്ടർമാർ പറയും വെള്ളം ധാരാളം കുടിച്ച് മൂത്രം ധാരാളം പോകട്ടെ എന്ന് പറയും. ആ പ്രതിരോധം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഇതിന് എഗൻസ്റ്റായിട്ട് സപ്പോസ് ഒരു ദിവസം നമ്മൾ യാത്രയിൽ 2-3 ദിവസം വെള്ളം കൂടി കുറഞ്ഞു, യാത്രയാണ്, ഇതും പറ്റിയില്ലെങ്കിൽ മൂത്രം ക്വാണ്ടിറ്റി ഞാൻ കുറയും. ഈ അണുക്കൾ അവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്തൊരു പർട്ടിക്കുലർ ലെവൽ ചെയ്യുമ്പോൾ നമ്മളെ കയറി അറ്റാക്ക് ചെയ്യും. ഇൻഫെക്ഷൻ, ഇറിറ്റേഷൻ ഉണ്ടാവും, ഇൻഫ്ലമേഷൻ ഉണ്ടാവും, നമുക്ക് സിംറ്റംസ് ബുദ്ധിമുട്ട് തുടങ്ങും. അങ്ങനെയാണ് ഈ ഒരു ഇൻഫെക്ഷൻ അങ്ങ് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അതിന് കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഒരു കാരണം പ്രധാനമായിട്ടും. പലപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വേദന ഉണ്ടാകുമ്പോഴൊന്നും ഇത് ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന് തിരിച്ചറിയില്ല. പല അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ നമുക്ക് അറിയുന്നില്ല. ഇതിൻ്റെ കൃത്യമായ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? പ്രധാനമായിട്ടും നമുക്ക് മൂത്രം ഒഴിക്കുമ്പോൾ ചെറിയ വേദന കാണും. ഒഴിച്ച് കഴിഞ്ഞിട്ട് മതിയായില്ല, പിന്നെ ഒഴിക്കണോ തോന്നും, എപ്പോഴും ഒഴിക്കണോ തോന്നും. അടിവയറ്റിലൊരു വേദന, ഒഴിക്കണോ തോന്നിയാൽ ചിലപ്പോൾ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല, ഓടിപ്പോകണം. ചിലപ്പോൾ അറിയാതെ മൂത്രം പോകും. ചിലപ്പോൾ നല്ല ഇൻഫെക്ഷൻ ആണെങ്കിൽ പനി വരും, വേദന വരും, മൂത്രത്തിൽ ചിലപ്പോൾ ബ്ലഡും വരും. ഇങ്ങനെയുള്ള പല സിംറ്റംസും വരും. അത് ഏത് ഭാഗത്തിനെ അഫക്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള സിംറ്റംസ് നമുക്കുണ്ടാവും. യൂറിനറി ട്രാക്ട്, യൂറിനറി സിസ്റ്റം വെച്ചാൽ കിഡ്നിയുണ്ട്, യൂറിറ്ററുണ്ട്, അത് സ്റ്റോർ ചെയ്യുന്ന ബ്ലാഡറുണ്ട്, വെളിയിലേക്ക് പോകുന്ന മൂത്രക്കുഴലുണ്ട്. ഇതിന് ഏത് ഭാഗത്ത് ഇൻഫെക്ഷൻ വരുന്നോ അതിന് ഓരോ പേരും നല്ല ഫാൻസി ആയിട്ട്. മൂത്രക്കുഴലിനാണ് ഈ യൂറിത്രൈറ്റിസ്, ബ്ലാഡറിനാണ് ഈ സിസ്റ്റൈറ്റിസ്, കിഡ്നിക്കാണ് ഈ പൈലോനെഫ്രൈറ്റിസ്. നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ, ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ സാറ്, കേൾക്കാം, ചോദിച്ചോളൂ. ഹലോ സാർ, എനിക്ക് മൂത്രം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ആവശ്യം പോലെ വെള്ളം കഴിക്കുന്ന ആളാ. എത്ര വെള്ളം കഴിച്ചാലും മൂത്രം പോകില്ല. എത്ര വയസ്സായി? എനിക്കിപ്പോ 63 വയസ്സുണ്ട്. അതെ, ഈ മൂത്രം പോകാനുള്ള ഞാനൊരു വികലാംഗങ്ങൾ കൂടിയാണ്. അപ്പൊ എനിക്ക് മൂത്രം ഒഴിക്കാൻ എനിക്ക് വലതുവശത്തെ കാലാണ് വില ഉള്ളത്. ഇടതുവശത്തെ കാലില് വില കുറവുണ്ട്. അപ്പോ വടിയെല്ലാം നടക്കുന്നത്. അപ്പൊ അങ്ങനെ എനിക്ക് വലതുവശത്ത് നമ്മുടെ കിഡ്നിയുടെ അവിടെ കൂടെ നല്ലൊരു വേദന ഉണ്ട് സമയത്ത്. ഈ നമ്മുടെ കാലിന് ബലക്കുറവ് വന്നാലും അതുകൊണ്ട് കുഴപ്പമില്ല. ഞരമ്പുകൾക്ക് തകരാറ് വന്ന് മൂത്രത്തിന് ചെറുപ്പത്തിലേ മുതലേ മൂത്രം പോകാനും കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊരു പ്രധാന കാരണമാണ്. പക്ഷെ നിങ്ങൾ 63 വയസ്സായി, ഇപ്പോൾ കുറച്ച് നാളെ ആയുള്ളൂ മൂത്രം പോകാനുള്ള ബുദ്ധിമുട്ടും വിഷമവും. കാരണം മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം വരുന്നത് മൂത്രക്കുഴൽ വഴിയാണ്. അപ്പോൾ ഇതിനകത്ത്, ഈ കുഴലിനകത്ത് നിങ്ങൾ ഒരു പുരുഷനായതുകൊണ്ട് ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി കുറച്ച് വലുതാകാൻ സാധ്യതയുണ്ട്. ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ കുറേശ്ശെ അത് വലുതാവും. ചിലർക്ക് അത് തടസ്സം ഉണ്ടാകും, വേദന ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു യൂറോളജിസ്റ്റ് ഡോക്ടറെ കണ്ട് അത് പരിശോധിച്ച് നോക്കിയിട്ട് അതിൽ നിന്ന് എന്താണ് പ്രത്യേകിച്ച് കാരണം എന്താണ്, അതിനനുസരിച്ച് വേണ്ട മരുന്നുകൾ. പ്രോസ്റ്റേറ്റ് വലുതാണെങ്കിൽ അതിന് മരുന്ന് കഴിക്കുക. മരുന്നുകൊണ്ട് നിന്നില്ലെങ്കിൽ ചിലപ്പോൾ വല്ല ശസ്ത്രക്രിയ വേണ്ടി വരികയാണെങ്കിൽ അങ്ങനെ അതിനനുസരിച്ച് ആ കാരണം കണ്ടുപിടിച്ചിട്ട് വേണം നമുക്കത് ചികിത്സിക്കാനായിട്ട്. ഡോക്ടർ, ഇപ്പോൾ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ രോഗനിർണയ മാർഗം എന്താണ്? ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ കുറിച്ച്. അതിനുള്ള രോഗനിർണയ മാർഗം എന്താണ്? അത് ഈ നമ്മൾ പേഷ്യൻ്റ് ഒരു സിംറ്റമായിട്ട് വന്നു കഴിഞ്ഞാൽ ബേസിക്കായിട്ട് ചില പ്രത്യേക ടെസ്റ്റുകൾ ചെയ്തു നോക്കിയാൽ അറിയാം നമുക്ക് എന്താണ് അതിൻ്റെ ബുദ്ധിമുട്ടാണ്. ഏറ്റവും പ്രധാനം രോഗിയുടെ സിംറ്റംസ്, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് അതിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് അതിൻ്റെ ബുദ്ധിമുട്ട്. പിന്നീട് മൂത്രം പരിശോധിച്ച് നോക്കണം. അതിനകത്ത് പസൽസ്, രക്തത്തിൻ്റെ അംശം, അത് പിന്നെ കൾച്ചർ ചെയ്ത് നോക്കുമ്പോൾ ഏത് അണുക്കളാണ് അതിനകത്ത് കൂടുതൽ ഉള്ളത്, ഏതാണ് അതിൻ്റെ സെൻസിറ്റിവിറ്റി ഏതാണ്. പക്ഷേ ഒരു സാധാരണ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എല്ലാവരുടെ ഇടയ്ക്കും. ആദ്യമായിട്ടൊരു മൂത്രത്തോട് ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ ഇടയ്ക്ക് ചെല്ലും. ചിലപ്പോൾ വേദനയും വിഷമവും, ചിലപ്പോൾ ബ്ലഡ് പോയിട്ടായിരിക്കും. മൂത്രം പരിശോധിച്ച് അതിൻ്റെ കൾച്ചറിൻ്റെ റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് മരുന്ന് തരാമെന്നും പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരിക്കും. ശരിക്ക് രോഗി വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ എപ്പിസോഡ് ഓഫ് ഇൻഫെക്ഷൻ ആണെങ്കിൽ ഏത് ആൻറ്റിബയോട്ടിക് കൊടുത്താലും രോഗിക്ക് ശമനം ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാവും, കുറഞ്ഞു വരും. സാധാരണ നമ്മൾ കൾച്ചർ നോക്കി ആ ഓർഗനിസത്തെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് വേണ്ടി വരുന്നതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്ന രോഗികളുണ്ട്. അവർക്ക് നമുക്ക് യൂറിൻ കൾച്ചർ ഏതിനാണ് കൂടുതൽ ആൻറ്റിബയോട്ടിക് ഏതാണ് സെൻസിറ്റീവ് നോക്കി വേണം കൊടുക്കാനായിട്ട്. അത് മൂത്രം പരിശോധന. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബ്ലഡ് നോക്കും. ബ്ലഡിനകത്ത് യൂറിയ, ക്രിയാറ്റിനൊക്കെ കൂടുതലാണോ, ഡയബറ്റീസ് ഉണ്ടോ, ഇത് വരാൻ കാരണങ്ങൾ.
പിന്നീട് അൾട്രാസൗണ്ട് സ്കാൻ നോക്കേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് വേറെ കിഡ്നിക്ക്, യൂറിറ്റർ, ബ്ലാഡർ, മൂത്രക്കുഴൽ എവിടെയെങ്കിലും ഘടനപരമായിട്ട് അല്ലെങ്കിൽ മൂത്രം കെട്ടി നിൽക്കുന്നുണ്ടോ, വേറെ എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടോ, തടസ്സമുണ്ടോ, ഇതൊക്കെ ഒരു പരിധിവരെ അതിൽ നിന്ന് കണ്ടുപിടിക്കാം. പിന്നീട് വേണമെങ്കിൽ CT സ്കാൻ നോക്കാം, MRI സ്കാൻ നോക്കാം, പിന്നെ ഇങ്ങനെയുള്ള ഓരോ ടെസ്റ്റുകളിൽ നിന്ന്. അതും കഴിഞ്ഞിട്ട് പിന്നെ ചിലർക്ക് മൂത്രസഞ്ചിക്കകത്ത് പരിശോധിച്ച് നോക്കണം, സിസ്റ്റോസ്കോപ്പി എന്നുള്ള പരിശോധന. ഇതൊക്കെ ഓരോന്നും ആവശ്യത്തിനനുസരിച്ച് മാത്രം പ്ലാൻ ചെയ്തിട്ട് ഇതിൻ്റെ പരിശോധന തുടങ്ങുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഡയഗ്നോസ് എവിടെ നിൽക്കുന്നോ അവിടെ വെച്ച് നിർത്തും പരിശോധനകൾ. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. മറ്റൊരു സാധാരണയായി കണ്ടുവരുന്ന മറ്റൊരു അസുഖം ഡോക്ടർ പറഞ്ഞത് കല്ലുകളാണല്ലോ അല്ലേ? അപ്പോൾ എന്താണ് ഈ കല്ലുകൾ എന്നൊന്ന് പറയാം. മൂത്രാശയ പദത്തിലെ കല്ലിൻ്റെ അസുഖം എന്ന് പറയുന്നത് അത് സാധാരണ ഔട്ട്പുട്ട് റിലേറ്റഡ്, മൂത്രത്തിൻ്റെ അളവിനെ ബന്ധപ്പെട്ടിരിക്കുന്നത്. കാരണം പല കാരണങ്ങൾ കാണും, പക്ഷെ പ്രധാനമായിട്ടും മൂത്രത്തിൻ്റെ അളവിനെ അനുസരിച്ചിരിക്കുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ടാണ് ഈ വേനൽക്കാലം വരുന്നു, നമ്മുടെ ഫ്ലൂയിഡ് കുറയും, യൂറിൻ ഔട്ട്പുട്ട് അങ്ങ് കുറയും, കല്ലിൻ്റെ അസുഖവും കൂടി വരും. ഇപ്പോൾ എപ്പോൾ വേണേലും ആശുപത്രിയിൽ പെട്ടെന്നൊരു കോളിക്ക് പെയിൻ ആയിട്ട് ഓരോരുത്തർ വരും. കാരണം ഒരു ചെറിയ സ്റ്റോൺ ഉണ്ടാകുക, അത് ട്യൂബിലേക്ക് വരിക, വളരെ സിവിയർ പെയിൻ ആയിട്ട് അന്നേരം ആശുപത്രിയിൽ വരിക, ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രമേ അത് മാറത്തുള്ളൂ. അങ്ങനെ വരും. വളരെ കോമൺ ആയിട്ട് വരുന്നതാണ് മൂത്രാശയ പദത്തിലെ കല്ലിൻ്റെ അസുഖം. ഡോക്ടർ, ഒരു കോളർ ഉണ്ട്, അതിനുശേഷം തുടരാം. ഹലോ. ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ. പറഞ്ഞോളൂ. ഇങ്ങനെ ശക്തിയെ തുമ്മുമ്പോ മൂത്രം പോണത് എന്തുകൊണ്ടാണ്? അതിന് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്നാ പറയുന്നത്. അത് സാധാരണഗതിയിൽ നമ്മുടെ മൂത്രത്തെ പിടിച്ചു നിർത്തുന്നത് ഈ മൂത്രക്കുഴലിനും ഉള്ള ബ്ലാഡർ, മൂത്രസഞ്ചി, മൂത്രക്കുഴലിനുള്ള സപ്പോർട്ട് ഉള്ളതാണ്. സാധാരണഗതിയിൽ നമ്മൾ ചുമച്ചാൽ തുമ്മിയാൽ അത് മൂത്രം അറിയാതെ പോകുന്നത്. നമുക്ക് ചെറു പ്രായമായിട്ട് വരിക, അല്ലെങ്കിൽ പല പ്രാവശ്യം ഡെലിവറി കഴിഞ്ഞാൽ ആ മസിൽസിനെല്ലാം അല്പം വീക്കായി കഴിഞ്ഞാൽ ആ മൂത്രസഞ്ചിയും മൂത്രക്കുഴലും അല്പം താഴോട്ട് ഇറങ്ങി വരും. അതിന് ആ സപ്പോർട്ട് ഇല്ലാതെ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചുമയ്ക്കുക, തുമ്മ, എന്ത് പ്രഷർ വന്നാലും അത് ഉടനെ മൂത്രത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ അങ്ങ് പോകും. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഏറ്റവും നല്ല ഒരു ചികിത്സാ രീതി, അതൊരു ചെറിയ ഓപ്പറേഷനാണ് TVT, ടെൻഷൻ ഫ്രീ വജൈനൽ ടേപ്പ് എന്ന് പറഞ്ഞാൽ. ഒരു ചെറിയ ഓപ്പറേഷനോടെ ഒരു സപ്പോർട്ട് കൊടുക്കുക, ഒരു ചെറിയ ടേപ്പ് അകത്ത് വെച്ചിട്ട് ഒരു ചെറിയ സപ്പോർട്ട് കൊടുത്താൽ അത് പൂർണ്ണമായി നമുക്ക് മാറ്റിയെടുക്കാം. ഏകദേശം 100% തന്നെ അതിനെ നമുക്ക് മാറ്റിയെടുക്കാവുന്ന ചികിത്സാ വിധിയാണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. എന്താണ് സംശയം? സാറേ, ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത്. എന്റെ അമ്മയ്ക്ക് 85 വയസ്സുണ്ട്. അപ്പൊ വാർദ്ധക്യമായിട്ട് ഇങ്ങനെ ട്യൂബ് ഇട്ടിട്ട് കിടക്കുകയാണേ. അപ്പൊ എല്ലാ മാസവും വന്നിട്ട് നമ്മളെ ഗവൺമെന്റ് നിന്നുള്ള അവര് ട്യൂബൊക്കെ മാറ്റിയിട്ട് തരുന്നതാണ്. അപ്പൊ ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ഇപ്പൊ അമ്മയ്ക്ക് പെട്ടെന്ന് ഇപ്പൊ നോക്കുമ്പോ മൂത്രദോഷം ഉണ്ടായി. അപ്പൊ എന്റെ ഭാര്യ ട്യൂബ് എടുത്തിട്ട് ഇപ്പൊ ബ്ലഡ് പോലെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. അപ്പൊ ഇപ്പോൾ അവരെ വിളിച്ചു. അപ്പൊ അവരെത്തിയിട്ടില്ല. അപ്പൊ അവര് മിക്കവാറും വരും. അപ്പൊ അത് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ഓൾറെഡി നിങ്ങൾ പറഞ്ഞു, എണീറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, മൂത്രം പോയി ഒഴിക്കാൻ പറ്റുന്നില്ല, അത് കാരണം ഒരു ട്യൂബ് ഇട്ടിരിക്കുകയാണ്. ഒരു ട്യൂബ് നമ്മൾ കുറേ കാലം ഇട്ടാൽ സാധാരണഗതിയിൽ അതിൽ ഈ എൻക്രസ്റ്റേഷൻസ് വരും. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ വരും. മൂത്രം കൊലകാരം, ശരിക്കും മൂത്രം ഡ്രെയിൻ ചെയ്യാതെ വന്നാൽ ഇൻഫെക്ഷൻ ഉണ്ടാകാം. അപ്പോൾ അതിന് വേണ്ടത് നിങ്ങൾ അടുത്തുള്ള ഡോക്ടർമാരെ അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് അത് കത്തീറ്റർ ബ്ലോക്ക് ആണോ എന്ന് നോക്കണം. ചില ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണം. അങ്ങനെ പിന്നെ കത്തീറ്റർ മാറ്റിയിടണമെങ്കിൽ സാധാരണഗതിയിൽ ഒരു ട്യൂബ് 4 ആഴ്ച 6 ആഴ്ച വരെ ഇടാം. പക്ഷേ ഈ സിലിക്കോൺ കത്തീറ്റർ ഉണ്ട്, 3 മാസം വരെ ഇടാവുന്നതും ഇൻഫെക്ഷൻ ഉണ്ടാകാത്തതുമായ ഒരു ടൈപ്പ് കത്തീറ്ററുണ്ട്. അത് 3 മാസം വരെ നമുക്ക് ഇടാം. പക്ഷേ കത്തീറ്റർ കിടന്നാലും ഇടയ്ക്ക് ഇതുപോലെ ഇൻഫെക്ഷൻ വേണമെങ്കിൽ വരാം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് അവർ നോക്കിയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളും കൊടുക്കും. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഞാൻ സൗദിയിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. ചോദിച്ചോളൂ ഡോക്ടർ. പറഞ്ഞോളൂ. ഞാൻ വെള്ളം കുടിക്കുന്ന ആളാണ്. മൂത്രം ഒഴിക്കുന്നുണ്ട്, മൂത്രം പോകുന്നുണ്ട്. പക്ഷെ പ്രശ്നം മൂത്രം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷവും കുറേശ്ശെ പിന്നെ ഇങ്ങനെ കുറേശ്ശെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് കുഴപ്പം?
അത് നിങ്ങൾ എത്ര വയസ്സുള്ള ആളാണ്? ഇത് എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? കുറച്ച് നാളായി സാർ. പിന്നെ ഇപ്പൊ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 1 വർഷത്തിന് അടുത്തായി. ഇപ്പൊ ഈ പള്ളിയിലൊക്കെ പോകുമ്പോഴാണ് പ്രശ്നം. നമ്മള് നിസ്കാരത്തിന്റെ സമയത്തൊക്കെ ആകുമ്പോൾ മൂത്രം ഒഴിച്ചിട്ട് അപ്പൊ ക്ലീനക്സോ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ കുറച്ച് ഇങ്ങനെ ഡ്രോപ്പ് പിന്നെയും മൂത്രം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം 1-2 ഡ്രോപ്പ് വരുന്നുണ്ട്. കുറച്ച് സമയത്തിനേ ഉള്ളൂ, 1-2 മിനിറ്റ് വരെ, 1-2 മിനിറ്റിന്റെ ഉള്ളിൽ അങ്ങനെ തുള്ളിയായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി. മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ട് 1-2 തുള്ളി മാത്രമേ വരത്തുള്ളൂ. അതും നിങ്ങൾ കൂടുതൽ ബോധേഡായിരിക്കുന്നത് പള്ളിയിൽ പോകുക, നമസ്കരിക്കുക, ആ സമയത്തുള്ള അതിന് ബാധിക്കുമോ എന്നുള്ള പേടി മാത്രമാണ്. സാധാരണഗതിയിൽ നമുക്ക് മൂത്രക്കുഴൽ പൈപ്പും ടാപ്പും അല്ല തന്നേക്കണത്. മൂത്രത്തെ നിയന്ത്രിക്കുന്നത് സ്ഫിങ്ക്റ്റർ ഉപയോഗിച്ച് മസിലിൻ്റെ കൺട്രോളാണ്. മൂത്രക്കുഴലിൽ ഏകദേശം അത്രയും ലെങ്ത് ഉള്ള മൂത്രക്കുഴലിനകത്തോടെ മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് മുഴുവൻ പോയി തീരാൻ അല്പം സമയമെടുക്കും. അപ്പോൾ മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ട് 1-2 തുള്ളി പോവുക എന്നുള്ളത് സ്വാഭാവികമാണ്, അത് അസുഖമല്ല. തന്നെയല്ല, ഞാൻ തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കും, നിങ്ങൾ അണ്ടർവെയർ ഉപയോഗിക്കാറുണ്ടോ? എങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ട്? അതിൻ്റെ ആൻസർ എല്ലാ മനുഷ്യരും, ആണുങ്ങളായാലും സ്ത്രീകളായാലും, 1-2 തുള്ളി ഇതുപോലെ മൂത്രം വരും, അല്പം ഫ്ലൂയിഡ് വരും. ഇതെല്ലാം വന്നാൽ അത് അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അണ്ടർവെയർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സുകളെ സ്പോയിൽ ചെയ്യാതിരിക്കാൻ. അതുകൊണ്ട് നിങ്ങളീ പറഞ്ഞ കാര്യങ്ങൾ അത് സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമല്ല. നമ്മൾ അതിനെക്കുറിച്ച് ഓവർ ആങ്ഷ്യസ് ആയതുകൊണ്ടുള്ള അത് സീരിയസ് ആയിട്ട് അതൊരു തോന്നുന്നതെന്ന് മാത്രം. നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്തുള്ള യൂറോളജിസ്റ്റിനെ കാണിച്ചിട്ട് അവർ പരിശോധിച്ചിട്ട് വേറെ പ്രത്യേകിച്ച് സീരിയസ് അസുഖം ഇല്ല എന്ന് തെളിയിക്കണം. ഓക്കെ ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കല്ലുകളെ കുറിച്ചിട്ടാണല്ലോ. ഇപ്പോൾ പണ്ടൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കഠിനമായ വേദന വന്നാൽ സർജറി ആയിരിക്കും ചെയ്യുക. അപ്പോൾ അതൊരു ഭയവും കൂടിയാണ് ആളുകൾക്ക്. എന്നാൽ ഇന്ന് നൂതനമായ മാർഗ്ഗങ്ങൾ പലതും നിലവിലുണ്ടല്ലോ. അപ്പോൾ ഏതെല്ലാമാണ് അതെന്ന് പറയാം. ആദ്യം പേഷ്യൻ്റ് വന്നാൽ, പേഷ്യൻ്റിന് ഒരു കല്ലിൻ്റെ അസുഖമാണെന്ന് സംശയം തോന്നിയാൽ നമുക്ക് ചില പ്രത്യേക ടെസ്റ്റുകൾ ചെയ്താൽ അതിൽ നിന്ന് കൃത്യമായിട്ട് കല്ല് എവിടെയാണ്, എന്തൂരമുണ്ട്, കല്ലിൻ്റെ തന്നെയാണോ, വേറെ എന്താണ് അസുഖം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അതിന് വളരെ പ്രധാനമായ ടെസ്റ്റ് ഒന്ന് CT സ്കാനാണ്, പ്ലെയിൻ CT. കാരണം നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കും, എക്സ്റേ എടുക്കും, ഇതിനകത്തൊക്കെ തെറ്റ് പറ്റും. ചിലപ്പോൾ കല്ലുണ്ടെന്ന് പറയും, നോക്കുമ്പോൾ കല്ല് കാണില്ല. ചിലപ്പോൾ കല്ലില്ലാന്ന് പറയും, നോക്കുമ്പോൾ കല്ല് കാണും. ഇങ്ങനെയെല്ലാം ടെസ്റ്റുകൾ തെറ്റ് വരും. പക്ഷേ ഒരു പ്ലെയിൻ CT സ്കാൻ എടുത്താൽ അതിനകത്ത് കല്ലുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമായിട്ട് അറിയാം. കല്ലുണ്ടെങ്കിൽ അത് മരുന്ന് കൊണ്ട് പോകുന്നതാണോ അല്ലയോ എന്ന് തീരുമാനിക്കാം. മരുന്ന് കൊണ്ട് പോകാത്തതാണെങ്കിലാണ് നമുക്ക് ചില ഓപ്പറേഷൻസ് എല്ലാം വേണം. പണ്ട് കാലത്താണെങ്കിൽ ഈ ഓപ്പറേഷൻ വേണം, ഓപ്പൺ സർജറി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കാലം മാറി, ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് ഒരുപാട് പുതിയ സംവിധാനങ്ങൾ വന്നു. അതോടുകൂടി പണ്ടത്തെ പോലെ മേജർ ഓപ്പറേഷൻ്റെ ആവശ്യമില്ല. എല്ലാം എൻഡോസ്കോപ്പിക് സർജറി അല്ലെങ്കിൽ കീഹോൾ സർജറി മുതലായ ഉപയോഗിച്ചിട്ട് ഒരു മേജർ കട്ടിംഗ് സർജറി കൂടാതെ ഇവയെ മാറ്റാം. ഈ അടുത്ത കാലം വരെ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി, കിഡ്നിക്കകത്തുള്ള ഒരു കല്ലിനെ ഔട്ട്സൈഡിൽ വെച്ച് ഷോക്ക് വേവ് ഉപയോഗിച്ചിട്ട് കല്ല് പൊടിക്കുന്ന സംവിധാനമുണ്ട്, പലയിടത്തും നിലവിലുണ്ട്. പക്ഷേ അതും കിഡ്നിയെ ഒരു പരിധിവരെ കുറച്ച് ഡാമേജൊക്കെ ഉണ്ടാക്കാം. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ മൂത്രത്തിയുടെ ബ്ലഡൊക്കെ വരും, കുറച്ച് കല്ലും പൊടിയും, കല്ല് കംപ്ലീറ്റ് പോയല്ലോ എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഏറ്റവും നൂതനമായിട്ട് എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം പറയാം. പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് പോയിട്ട് ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മൂത്രാശയ കല്ലുകൾക്കുള്ള നൂതന ചികിത്സാ മാർഗങ്ങൾ. ഡോക്ടർ ഒന്ന് പറഞ്ഞോളൂ അതിനെക്കുറിച്ച്. മൂത്രാശയ പദ്ധതിയിൽ കല്ല് എവിടെയാണ് ഇരിക്കുന്നതിനനുസരിച്ചുള്ള ചികിത്സാ വിധികളാണ്. കിഡ്നിക്കകത്തുള്ള കല്ലാണെങ്കിൽ, കല്ല് വലുതാണെങ്കിൽ പണ്ടെല്ലാം ഓപ്പൺ സർജറിയാണ്. ഇപ്പോൾ ഒരു വലിയ കല്ല് കിഡ്നിക്കകത്താണെങ്കിൽ അതിനെ കീഹോൾ സർജറി കൊണ്ട് അതിനെ മാറ്റാം. PCNL എന്ന് പറയും, പെർക്യൂട്ടേനിയസ് നെഫ്രോലിത്തോട്ടമി. കീഹോളും കൊണ്ട് കല്ലിനെ മുഴുവൻ പൊടിച്ചിട്ട് ആകെ 1 സെൻറ്റിമീറ്ററുള്ള ഒരു ചെറിയ ഒരു സുഷിരമുണ്ടാക്കും. അതിനകത്തോടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് കല്ലിനെ മുഴുവൻ പൊടിച്ച് സക്ക് ചെയ്തെടുത്ത് കല്ല് മുഴുവൻ മാറ്റിക്കളയാം. ട്യൂബിനകത്ത് അവിടെ നിന്ന് താഴോട്ട് വരുന്ന ട്യൂബ് മൂത്രസഞ്ചിക്കകത്ത് എൻഡോസ്കോപ്പിക്കായിട്ട് കല്ലിനെ പൊടിച്ച് കളയാൻ സംവിധാനമുണ്ട്. പിന്നെ കുറച്ച് വർഷങ്ങളായിട്ട് ഷോക്ക് വേവ് ലിത്തോട്രിപ്സി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് കിഡ്നിക്കകത്തൊക്കെ ആണെങ്കിൽ ഒരു ഏകദേശം 1 സെൻറ്റിമീറ്ററോളമുള്ള കല്ലാണെങ്കിൽ ഓപ്പറേഷൻ കൂടാതെ പേഷ്യനെ ഒരു ടേബിളിൽ കയറ്റി കിടത്തും. ഒരു ബലൂൺ മാതിരി ഒരു
ബലൂൺ ടച്ച് ചെയ്തിരിക്കുന്ന സൈഡിനകത്ത് അതിനകത്ത് വെള്ളം നിറച്ചിരിക്കുന്നതാണ്. അതിൻ്റെ പ്രഷറെ ഉപയോഗിച്ചിട്ട് കല്ലിനെ പൊടിക്കുക. കല്ലിനെ പൊടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൊടികളൊക്കെ മൂത്രത്തിൽ പോകണം. അത് നിലവിൽ വന്നിരുന്നു, പല സ്ഥലത്തും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ നൂതനമായിട്ട് ഇപ്പോൾ RIRS, റീട്രോഗ്രേഡ് ഇൻട്രാ റീനൽ സർജറി എന്ന് പറഞ്ഞാൽ ഈ ഷോക്ക് ലിത്തോട്രോസ്കോപ്പി കിഡ്നിക്ക് കുറച്ച് ഡാമേജും കുറച്ച് പ്രഷർ ഇഫക്റ്റും വരുത്തുന്നുണ്ട്. ഈ RIRS എന്ന പുതിയ സംവിധാനം മൂത്രക്കുഴലിനകത്തോടെ ഫ്ലെക്സിബിൾ യൂറിട്രോസ്കോപ്പ് എന്ന ഉപകരണം, ചെറിയ ഉപകരണമാണ് അത്, മൂത്രക്കുഴലിനകത്തോടെ ബ്ലാഡറിൽ ചെന്ന് യൂറിറ്റർ മുഖേന വൃക്കയ്ക്കകത്ത് കിഡ്നിക്കകത്ത് ചെല്ലും. കിഡ്നിക്കകത്ത് ചില പോക്കറ്റുകളുണ്ട്, അവിടെയൊക്കെ കല്ലുകൾ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഫ്ലെക്സിബിൾ യൂട്രോസ്കോപ്പ് ഉണ്ട്, അതിനെ എവിടെയാണ് കല്ലിരിക്കുന്നത് കൃത്യം നോക്കി കണ്ടുപിടിച്ചിട്ട് ലേസർ അതിലേക്ക് തൊടിച്ചു കൊടുത്താൽ ലേസർ ആ കല്ലിനെ അങ്ങ് പൊടിച്ചു കളയും. കംപ്ലീറ്റ് കല്ലങ്ങ് പൊടിഞ്ഞു പോകും. അത് വാഷ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ കിഡ്നിക്ക് യാതൊരു രീതിയിലുള്ള ഇഞ്ചുറിയും പറ്റുന്നില്ല, ഒരു കുഴപ്പവും പറ്റുന്നില്ല. കല്ലിനെ പൂർണ്ണമായിട്ട് പൊടിച്ച് കളയാനും പറ്റും. അത് ഒരു ദിവസം ഒരു ട്യൂബ് ഉണ്ടാവുക, ട്യൂബ് എടുത്ത് പിറ്റേ ദിവസം പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യാം, പിന്നെ ഫോളോ അപ്പ് ചെയ്യുക കല്ല് വരാതിരിക്കാനായിട്ട്. ഏറ്റവും ആധുനികമായിട്ട് വന്നിരിക്കുന്ന. പക്ഷേ ഇതൊക്കെ സെലക്ട് ചെയ്ത് ഏത് മെത്തേഡാണ് സ്യൂട്ടബിൾ എന്നുള്ളത് തീരുമാനിച്ചിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ തീരുമാനിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഡോക്ടർ, അപ്പോൾ ഇതൊരൊറ്റ ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്യാം. RIRS എന്നുള്ള ഈ സംവിധാനം ചെയ്ത സാധാരണഗതിയിൽ അന്ന് രാവിലെ വരാൻ പറയും, തിയേറ്ററിൽ കൊണ്ടുപോയി ഈ കല്ല് പൊടിക്കുക, പിറ്റേ ദിവസം രാവിലെ ഡിസ്ചാർജ് ചെയ്ത് വിടുകയും ചെയ്യും. അപ്പോൾ ഇത്തരം പ്രൊസീജിയേഴ്സിന് നമ്മൾ അനസ്തേഷ്യ യൂസ് ചെയ്യുന്നുണ്ട്? അനസ്തേഷ്യ വേണം. കാരണം അനസ്തേഷ്യ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അകത്തോട് ചെയ്യുന്ന എല്ലാ പ്രൊസീജിയറുകളും ചെറിയ ഡിസ്കംഫേർട്ട്, ബുദ്ധിമുട്ട്, വേദന ചിലപ്പോൾ ഉണ്ടാക്കാം. അതുകൊണ്ട് അനസ്തേഷ്യ വേണം. പ്രത്യേകിച്ച് കിഡ്നിക്കകത്ത് ലേസർ ഉപയോഗിച്ച് പൊടിക്കുമ്പോൾ നമ്മൾ പെയിൻ കൊണ്ട് അല്ലെങ്കിൽ ബ്രീത്ത് ചെയ്യുമ്പോൾ കിഡ്നിയുടെ മൂവ്മെൻറ്റ് കൂടുതലായിരിക്കും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആവില്ല. ലേസർ കല്ലിലേക്ക് തൊടിയിച്ചു കൊടുക്കണം. അപ്പോൾ മൂവ്മെൻറ്റ് കുറയ്ക്കണമെങ്കിൽ അനസ്തേഷ്യ കൊടുത്ത് കൺട്രോൾഡ് അനസ്തേഷ്യ കൂടെ ചെന്ന് കഴിഞ്ഞാൽ ആ റെസ്പിറേറ്ററി മൂവ്മെൻറ്റ് കൺട്രോൾഡ് ആയിരിക്കും, ഈസി ആയിട്ട് നമുക്ക് പൊടിക്കാൻ പറ്റും. അപ്പോൾ അനസ്തേഷ്യ വേണം നമുക്ക്. ഡോക്ടർ, ലേസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്കൊരു പേടി. അത് എത്രയൊക്കെ വൈദ്യശാസ്ത്രം പുരോഗമിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ലേസർ എന്ന് കേൾക്കുമ്പോൾ അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയം കേട്ടിട്ടുണ്ട്. ലേസർ എന്ന് പറഞ്ഞാൽ ശരിക്കും പേടിയല്ല. ഇപ്പോൾ വരുന്നവരൊക്കെ ലേസർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. കാരണം ഈ കല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പലരുടെയും ധാരണ ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഷോക്ക് ലിത്തോട്രോസ്കോപ്പി, ഔട്ട്സൈഡിൽ നിന്ന് കല്ല് പൊടിക്കുന്ന ടെക്നിക്കാണ് ലേസറിന് ധരിച്ചുകൊണ്ട് ആൾക്കാർ വരുന്നത്. പക്ഷെ അത് ഷോക്ക് ലിത്തോട്രോപ്സിയാണ്. ലേസർ സംവിധാനം ലൈറ്റ് വരുന്ന ആ ലൈറ്റ് എനർജിയാണ് അതിനകത്തുള്ളത്. അത് നമ്മൾ ഒരു സ്റ്റോണിലേക്ക് തൊടിയിച്ച് കൊടുത്താൽ അത് പതിയെ സ്റ്റോൺ അങ്ങ് പൊടിഞ്ഞു പോകും. കല്ലിനെ പൊടിക്കാൻ ഏറ്റവും നല്ല ഇത് കല്ല് മുഴുവൻ അങ്ങ് പൊടിഞ്ഞു പോകും. പക്ഷേ വലിയ കല്ലൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അന്നേരം വേറെ ടെക്നിക്കുകൾ വേണം കളയാനായിട്ട്. അതുപോലെ ലേസർ എനർജി ഇപ്പോൾ പ്രോസ്റ്റേറ്റിനെ മാറ്റിക്കളയാനും ലേസർ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ബ്ലീഡിങ് കുറവായിരിക്കും. ബ്ലീഡിങ് പോയിന്റ്സിനൊക്കെ ലേസർ ഉപയോഗിച്ച് കോയാഗുലേറ്റ് ചെയ്ത് നിർത്തുകയും ചെയ്യാം. പ്രോസ്റ്റേറ്റിനെ മുഴുവൻ റിസെക്റ്റ് ചെയ്യാം, എന്നിട്ട് അതിനെ മോഡുലേറ്റ് ചെയ്ത് എടുത്താൽ മതി. ചികിത്സകൾ എത്രയുണ്ടെങ്കിലും പ്രിവെൻഷൻ തന്നെയാണ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ എന്തെല്ലാം മുൻകരുതലുകൾ നമ്മൾ എടുക്കണം വേനൽക്കാലത്ത് എന്നുള്ളത്? നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, സ്റ്റോണിൻ്റെ അസുഖം വരുന്നത് ഈ ക്ലൈമറ്റ് റിലേറ്റഡ് പല കാരണങ്ങളുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമൊന്ന്. കാരണം അത് ഈ കല്ല് വരുന്നതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം കുടിച്ച് മൂത്രം ഒരുപാട് ഉണ്ടായില്ലെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞാൽ അത് കോൺസെൻട്രേറ്റഡ് യൂറിനാവും. കോൺസെൻട്രേറ്റഡ് യൂറിനകത്ത് ക്രിസ്റ്റൽസ് ഉണ്ടായിട്ട് ആ ക്രിസ്റ്റൽസ് കൂടിപ്പിടിച്ച് കല്ലാകും. അപ്പം നമുക്ക് വേണ്ട അവിടെ ക്രിസ്റ്റൽസ് ഉണ്ടാകാൻ പാടില്ല, കല്ലുണ്ടാവില്ല. അപ്പോൾ വെള്ളം ധാരാളം കുടിച്ച് മൂത്രം ഡൈല്യൂട്ട് ചെയ്താൽ അതിനകത്ത് ക്രിസ്റ്റൽസ് ഒരു പരിധിവരെ കുറയും, കല്ലിനെ പ്രിവെൻറ്റ് ചെയ്യാം. പിന്നീട് ചില മരുന്നുകൾ ആവശ്യമാണ്. മരുന്ന് കഴിച്ചാൽ ഈ ക്രിസ്റ്റൽസ് ഉണ്ടാകുന്നതൊക്കെ പതിയെ മൂത്രത്തിൽ ഡിസോൾവ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ ലോങ് ടൈം മരുന്നുകൾ കഴിക്കണം. അതുകൊണ്ട് തന്നെ ഏത് ഡോക്ടറെ അടുക്കൽ ചെന്നാലും അവർ ആദ്യം പറയും വെള്ളം ധാരാളം കുടിച്ചോ, മൂത്രം ധാരാളം പോകണം, കല്ല് വരാതിരിക്കണം, ഏറ്റവും അത്യാവശ്യം. പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അത് കണ്ടുപിടിച്ച് അതിൻ്റെ കാരണങ്ങൾ പരിഹരിക്കണം. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയോടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. താങ്ക് യു. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.